നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോക്ക് എക്സാം ആണ്. എങ്ങനെയാണ് ഒരു മോക്ക് എക്സാം എടുക്കേണ്ടത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് മൈ ACC അക്കൗണ്ട് ആണ്. അവിടെ മൈ ക്വാളിഫിക്കേഷൻ, ഇവിടെ സൈഡിലുള്ള മൈ ക്വാളിഫിക്കേഷൻ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇതേപോലൊരു പിന്നെ പേജാണ് വരിക. അതിന് താഴെ എന്തുണ്ടാവും? അവിടെ പ്രാക്ടീസ് പ്ലാറ്റ്ഫോം ഫോർ ACCA ക്വാളിഫിക്കേഷൻ സ്റ്റുഡൻസ് എന്നുണ്ടാവും. ആ പ്രാക്ടീസ് പ്ലാറ്റ്ഫോം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ വെൽക്കം ടു ദ ACCA പ്രാക്ടീസ് പ്ലാറ്റ്ഫോം. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ ബ്രൗസ് അവൈലബിൾ എക്സാംസ് എന്ന് കൊടുക്കുക. ഓക്കെ, അവിടെ സെലക്ട് കാറ്റഗറി, ഏത് പേപ്പറാണ്. ഇപ്പോൾ നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റാണ് ചെയ്യുന്നത്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് കൊടുക്കുക. ഏത് വേരിയൻ്റ് ആണ്? നോ വേരിയൻ്റ് കൊടുക്കാം. സെലക്ട് ടൈപ്പ്, നമ്മൾ മോക്ക് എക്സാം ആണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? മോക്ക് എക്സാം, മോക്ക് എന്ന് കൊടുക്കാം. ഓക്കെ, സോ അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ അവൈലബിൾ എക്സാംസ് കിട്ടും. എന്നിട്ട് അതെന്ത് ചെയ്യുക? അപ്പോൾ പ്രീ മോക്ക് 2026 2026 മാർച്ചിൻ്റെ പ്രീ മോക്കാണ് ചെയ്യാൻ പോകുന്നത്. അതെന്ത് ചെയ്യുക? അസൈൻ ചെയ്യുക. സ്വാഭാവികമായിട്ടും അത് അസൈൻ ചെയ്താൽ, ഓക്കെ ഓൾറെഡി അസൈൻഡ് ഉണ്ട്, ഞാൻ നേരത്തെ ചെയ്തു വെച്ചായിരുന്നു. സോ വ്യൂ അസൈൻമെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? അസൈൻമെന്റ്സ് കിട്ടും. സോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. എനിവേ ഞാൻ റെസ്യൂം എന്ന് കൊടുക്കുക. മീൻസ് നിങ്ങളാവുമ്പോൾ സ്റ്റാർട്ട്, ആദ്യമായിട്ട് ചെയ്യുന്നവർ എന്ത് ചെയ്യുക? സ്റ്റാർട്ട് എന്ന് കൊടുക്കട്ടോ. ഓക്കെ, സോ ഇതൊന്നും നമുക്ക് എന്തില്ല, ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 തൊട്ട് ചെയ്യണം. ഇത് നാവിഗേഷൻ ആണ്. സോ ക്വസ്റ്റ്യൻ 1 എടുക്കുക. ക്വസ്റ്റ്യൻ 1. ഓക്കെ, സോ ഇവിടെ തൊട്ടാണ് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. FM-ന് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ഓപ്ഷൻസ്, സ്ക്രാച്ച് പാഡ് ഉണ്ട്, ഹൈലൈറ്റ് ഉണ്ട്, സ്ട്രൈക്ക് ത്രൂ ഉണ്ട്, കാൽക്കുലേറ്റർ ഉണ്ട്. ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് FM-ന് വേണ്ടിയിട്ട്? സ്ക്രാച്ച് പാഡിൻ്റെ ആവശ്യമുണ്ടോ? പകരം അവർ എന്ത് തരും? ഒരു പേപ്പർ തരും കേട്ടോ. സ്ക്രാച്ച് പാഡിൻ്റെ ആവശ്യമില്ല. ഹൈലൈറ്റ് ആവശ്യമുണ്ടാവും. സ്ട്രൈക്ക് ത്രൂ ചാൻസ് കുറവാണ്, അപൂർവമായിട്ട് ആവശ്യം ഉണ്ടാവുള്ളൂ. കാൽക്കുലേറ്റർ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഓക്കെ, സോ കാൽക്കുലേറ്റർ ആവശ്യമില്ല. അപ്പോൾ സ്ട്രൈക്ക് ത്രൂ, ഹൈലൈറ്റ്, ഈ 2 ഓപ്ഷൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, എനിവേ ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ്ലി കമ്പയർസ് ദ ട്രഡീഷണൽ വ്യൂ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ വിത്ത് M&M തിയറി വിത്തൗട്ട് ടാക്സ്? ഓക്കെ, ട്രഡീഷണൽ തിയറി ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ 2 പ്രധാനപ്പെട്ട തിയറികളെ തമ്മിൽ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. ആദ്യം വന്നിട്ടുള്ള ട്രഡീഷണൽ തിയറിയുടെ ഗ്രാഫ് എങ്ങനെ വരിക? ഗിയറിംഗ് കൂടുന്നതിനനുസരിച്ച് എന്ത് കുറയടാ? എന്തിന്റെ വാല്യൂ കുറയും? വാക്കിന്റെ വാല്യൂ കുറഞ്ഞു വരും. ഒരു സർട്ടൈൻ പോയിന്റിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? കൂടാൻ തുടങ്ങും അല്ലേ? ആ ഒരു പോയിന്റ് എന്താ പറയാ? ട്രഡീഷണൽ തിയറിയിൽ ഒരു സർട്ടൈൻ പോയിന്റിൽ എത്തുമ്പോൾ വാക്ക് ഏറ്റവും കുറവായി വന്ന് ആ പോയിന്റ് തൊട്ട് കൂടാൻ തുടങ്ങും. ആ പോയിന്റ് എന്താ പറയാ? കമന്റ് ചെയ്തേ. ട്രഡീഷണൽ തിയറിയിൽ ഒരു സർട്ടൈൻ പോയിന്റിൽ എത്തുമ്പോൾ ആ പോയിന്റ് എത്തോളം വാക്ക് എന്ത് ചെയ്യും? ഗിയറിംഗ് കൂടുന്നതിനനുസരിച്ച്, ഒരു കമ്പനി കൂടുതൽ ഡെപ്റ്റ് എടുക്കുന്നതിനനുസരിച്ച് ആ കമ്പനിയുടെ വാക്ക് കുറഞ്ഞു വന്ന് ഒരു പോയിന്റിൽ എത്തുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യും? കൂടാൻ തുടങ്ങും. ആ പോയിന്റിന് ഒരു പേരുണ്ട്, വാക്ക് കൂടാൻ തുടങ്ങുന്ന പോയിന്റ്. ഒപ്റ്റിമൽ പോയിന്റ് അല്ലേ? അല്ലെങ്കിൽ ഒപ്റ്റിമൽ പോയിന്റ്, അല്ലെങ്കിൽ മിനിമം വാക്ക് എന്നൊക്കെ പറയാട്ടോ. ഓക്കെ, സോ അതാണ് അവിടെ ഏത് ട്രഡീഷണൽ തിയറി പറയുന്നത്. പിന്നെ എന്ത് ചെയ്തു? കുറച്ചു കാലത്തിന് ശേഷം മോഡിഗ്ലാനി ആൻഡ് മില്ലർ തിയറി കൊണ്ടുവന്നു. ആദ്യം അവരെന്താ കൊണ്ടുവന്നത്? വിത്തൗട്ട് ടാക്സ് ആണ്. വിത്തൗട്ട് ടാക്സ്. ഓക്കെ, ടാക്സ് ഇല്ലെങ്കിൽ ഗിയറിംഗ് കൂടുന്നതിനനുസരിച്ച് വാക്കിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? ടാക്സ് ഇല്ലെങ്കിൽ ഗിയറിംഗ് കൂടുന്നതിനനുസരിച്ച് വാക്കിന്റെ ഗ്രാഫ് എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക? വാക്കിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? യെസ് ഓർ നോ? മോഡിഗ്ലാനി ആൻഡ് മില്ലർ വിത്തൗട്ട് ടാക്സ് ആണെങ്കിൽ, വിത്തൗട്ട് ടാക്സ് ആണെങ്കിൽ ആ ഗ്രാഫ് കോൺസ്റ്റന്റ്, അതായത് മീൻസ് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും കേട്ടോ. അവിടെ ഒന്നും ഉണ്ടാവില്ല, മാറ്റം ഉണ്ടാവില്ല. അതായത് അവിടെ പറയുന്നത് നിങ്ങൾ ഡെപ്റ്റ് എടുത്താലും ഇക്വിറ്റി എടുത്താലും വാക്കിന്റെ അകത്ത് മാറ്റമൊന്നും ഉണ്ടാവില്ല. വാക്ക് കുറയാൻ തുടങ്ങും എപ്പോഴാണ്? വിത്ത് ടാക്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഡെപ്റ്റിന്റെ റേഷ്യോ കൂടുന്നതിനനുസരിച്ച് എന്ത് കുറയും? വാക്ക് കുറയും. സോ വിത്തൗട്ട് ടാക്സ് ആണെങ്കിൽ വാക്കിന് എന്തുണ്ടാകത്തില്ല? യാതൊരു തരത്തിലുള്ള മാറ്റം ഉണ്ടാകത്തില്ല. സോ ഈ 4 ഓപ്ഷൻസിൽ ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. ഓക്കെ, ട്രഡീഷണൽ വ്യൂ സ്റ്റേറ്റ് ദാറ്റ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എക്സിസ്റ്റ്. അതായത് ഒരു മിനിമം വാക്കിന്റെ അകത്ത് എന്തുണ്ട്? ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ മിനിമം വാക്ക് ഉണ്ട്. ഓക്കെ, മിനിമം വാക്ക് ഉണ്ട്. ഓക്കെ, വേറാസ് M&M തിയറി ആർഗ്യൂസ് ദാറ്റ് വാക്ക് റിമെയിൻസ് കോൺസ്റ്റന്റ്. മോഡിഗ്ലാനി മില്ലർ തിയറി പറയുന്നത് ഗിയറിംഗ് മാറുന്നതിനനുസരിച്ച് വാക്കിന്റെ ഗ്രാഫിൽ എന്തുണ്ടാവില്ല? യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകത്തില്ല എന്ന് പറയുന്നു. സോ സ്വാഭാവികമായിട്ടും ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. മനസ്സിലായോ? ഐഡിയ മനസ്സിലായോ? ഞാൻ എന്താ പറയുന്നത്? ഓക്കെ, സോ അത് നമ്മൾ എന്ത് ചെയ്തു? ടിക്ക് ഇട്ടു. ഓക്കെ, നെക്സ്റ്റ് പോയി. ഇതിന്റെ റെക്കോർഡിംഗ്സ് കിട്ടുമോ? ഇതിന്റെ റെക്കോർഡിങ്സ് ശ്രമിക്കാം. ഐ വിൽ ട്രൈ. ഞാൻ ഇത് ഫുള്ള് ചെയ്തിട്ടില്ല, അതാ ചോദിച്ചത്. ടൈം കിട്ടിയിട്ടില്ലേ? ഓക്കെ, ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ലേ? കിട്ടുമോ റെക്കോർഡിങ്സ്? ഐ വിൽ ട്രൈ. ഞാൻ ശ്രമിക്കാം. മീൻസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അത് എങ്ങനെ തരാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? പിന്നെ ഈ ക്വസ്റ്റിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ചില ക്വസ്റ്റ്യൻസിലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ നോക്കി, യൂസിങ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ, CAPM മോഡലാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യും? CAPM മോഡലിന്റെ ഇക്വേഷൻ RF പ്ലസ് ബീറ്റ ഇക്വിറ്റി ഇൻറ്റു RM മൈനസ് RF ചെയ്യും. അവിടെ ചെയ്യാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും എന്തുണ്ടാവും? ഇവിടെ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നത് ഇവിടെ ഉണ്ടാവും. പക്ഷേ അത് ആ മെത്തേഡ് അല്ല. ഇവിടെ കാണാൻ പറയുന്നത് പ്രൊജക്ട് സ്പെസിഫിക് KI, അതായത് പ്രൊജക്ട് സ്പെസിഫിക് KI കാണാനാണ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനാണ്. സോ
ഇവിടെ നിങ്ങൾക്ക് ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീഗിയറിംഗ് മെത്തേഡ് ചെയ്യണം. ഓക്കെ, സോ അതെന്താണ്, അത്യാവശ്യം ടൈം കൺസ്യൂമിംഗ് ആണ്, കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനെ ടൈം എടുക്കുന്ന കാൽക്കുലേഷൻ ആണെങ്കിൽ ലാസ്റ്റ് നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാം, സമയം ഉണ്ടെങ്കിൽ തിരിച്ച് വന്നിട്ട് ചെയ്യാം. അതുകൊണ്ട് ഇവിടെ ഫ്ലാഗ് ഫോർ റിവ്യൂ എന്നുള്ള ഇത് ചെയ്തു വെക്കുക. പക്ഷേ അതേ സമയം നിങ്ങൾ ചെയ്യേണ്ട വേറെ കാര്യം, വെറുതെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ, ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ വെറുതെ എന്ത് ചെയ്യുക, ടിക്കറ്റ് വെക്കുക. മീൻസ് വെറുതെ നമുക്ക് അറിയില്ല, പക്ഷെ എന്നാലും എന്ത് ചെയ്യുക, വെറുതെ ടിക്കറ്റ് വെക്കുക. കാരണം അഥവാ നമുക്ക് ടൈം ഇല്ലെങ്കിൽ, ഇൻ കേസ് ഇത് കറക്റ്റ് ആയെങ്കിലും, ഓക്കെ, അഥവാ നമുക്ക് ടൈം ഉണ്ടായില്ല തിരിച്ചു വന്ന് ചെയ്യാൻ, പക്ഷേ ഇൻ കേസ് ഇത് കറക്റ്റ് ആയെങ്കിൽ നമുക്ക് എന്താണ് ബെനിഫിറ്റ് ആണ്. സോ വെറുതെ എന്ത് ചെയ്തു, ഞാനൊരു ആൻസർ ടിക്കറ്റ് വെച്ചു. ഓക്കെ, കാരണം ഇതെന്താണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, ഡീഗിയറിംഗ് മെത്തേഡാണ്. അത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കുറേ സമയം എടുക്കും. ഓക്കെ, എനിവേ അടുത്ത ക്വസ്റ്റ്യൻ ഇത് നോക്കടാ. എപ്പോഴും ആദ്യം നോക്കേണ്ടത് റിക്വയർമെന്റ് ആണ്. കാൽക്കുലേറ്റ് സിംപ്ലി കമ്പനീസ് ഇൻവെന്ററി ഹോൾഡിംഗ് പീരിയഡ്. ഓക്കെ, ഇൻവെന്ററി ഹോൾഡിംഗ് പീരിയഡ്, അതായത് ഇൻവെന്ററി ഡേയ്സ്, റിസീവബിൾ കളക്ഷൻ പീരിയഡ്, അതായത് റിസീവബിൾ ഡേയ്സ്, ട്രേഡ് പേയബിൾ പേയ്മെന്റ് പീരിയഡ്. ഓക്കെ, എല്ലാം എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ആൾ കാൽക്കുലേഷൻ ഷുഡ് ബി ടു ദ നിയറസ്റ്റ് ഡേ, അതായത് റൗണ്ട് ഓഫ് ചെയ്യണം, നിയറസ്റ്റ് ഡേയ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. ഓക്കെ, പർച്ചേസ്, ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ഒരു വർഷം 360 ദിവസമാണെന്ന് അസ്യൂം ചെയ്യാനും പറയുന്നുണ്ട്. സോ ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എക്സൽ ചെയ്യാം. സോ അവർ ചോദിച്ചിട്ടുള്ളത് റിസീവബിൾ ഡേയ്സ് കാണാൻ, അതേപോലെ തന്നെ ഇൻവെന്ററി ഡേയ്സ് കാണാൻ, അല്ലെങ്കിൽ ഇൻവെന്ററി പീരീഡ്, റിസീവബിൾ കളക്ഷൻ പീരീഡ്, ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ്, പേയബിൾ പേയ്മെന്റ് പീരീഡ് എന്നൊക്കെ പറയട്ടോ. പേയബിൾ ഡേയ്സ് കാണാൻ. ഓക്കെ, ഇതൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവർ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ റിസീവബിൾ ഡേയ്സ്, അതായത് റിസീവബിൾ കളക്ഷൻ പീരീഡ് കാണുന്ന ഇക്വേഷൻ എന്താ പറഞ്ഞേ, റിസീവബിൾ കളക്ഷൻ പീരീഡ് കാണുന്ന ഇക്വേഷൻ എന്താ, ആർക്കാ പറയാൻ പറ്റുക? റിസീവബിൾ കളക്ഷൻ പീരീഡ് കാണുന്ന ഇക്വേഷൻ എന്താണ്? എനിവൺ അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? നസീഫ പറഞ്ഞേ, റിസീവബിൾ കളക്ഷൻ പീരീഡ് കാണുന്ന ഇക്വേഷൻ എന്താ? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. സോറി, Credit sales, average receivables divided by ക്രെഡിറ്റ് credit സെയിൽസ് sales into 365. ഇൻറ്റു 365. 360. ഇവിടെ 360 ദിവസം ഉള്ളൂ. സോ എന്ത് ചെയ്യുക, 360 എടുക്കല്ലേ. സോ പറഞ്ഞത് ശരിയാണ്. റിസീവബിൾസ്, അതായത് ആവറേജ് റിസീവബിൾസ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു മൾട്ടിപ്ലൈഡ് ബൈ 360 ചെയ്യും. ഓക്കെ, ഇതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുക, ഇൻവെന്ററി ഡേയ്സ്. ഇൻവെന്ററി ആണെങ്കിൽ ഇൻവെന്ററി ഡിവൈഡഡ് ബൈ എന്താ ചെയ്യേണ്ടത്, ഇൻവെന്ററി ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ എന്താ ചെയ്യേണ്ടത്, ആയിഷ ഹുസൈൻ പറഞ്ഞേ. Cost of sales. കോസ്റ്റ് ഓഫ് സെയിൽസ്, ഇൻവെന്ററി ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് സെയിൽസ് ഇൻറ്റു 360. പേയബിൾ ആണെങ്കിൽ അതേപോലെ തന്നെ ന്യൂമറേറ്ററിൽ പേയബിൾസ് ഡിവൈഡഡ് ബൈ എന്താ, ഫിദ ഫാത്തിമ പറഞ്ഞേ, എന്താ ഡിനോമിനേറ്ററിൽ വരിക, പേയബിൾസ് ഡിവൈഡഡ് ബൈ Purchase. പർച്ചേസ്, ക്രെഡിറ്റ് പർച്ചേസ്, പേയബിൾസ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് പർച്ചേസ് ഇൻറ്റു 360 ചെയ്യും അല്ലേ. ഓക്കെ, സോ ഈ വാല്യൂസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോ ഡേയ്സും കാണാം. സോ റിസീവബിൾസ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, സോറി, നിങ്ങൾക്ക് എക്സൽ കാണാൻ പറ്റുന്നില്ലായിരുന്നു അല്ലേ. ഓക്കെ, സോ ഇപ്പോഴാണ് എക്സൽ ഷെയർ ആയത്. ഓക്കെ, സോ ഇവിടെ എന്തൊക്കെ തന്നിട്ടുള്ളത് നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് സെയിൽസ് തന്നിട്ടുണ്ട്, നമുക്ക് മില്യൺസിൽ എടുക്കാം കേട്ടോ. സെയിൽസ് തന്നിട്ടുണ്ട് 3560. സോ ഞാൻ സെയിൽസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽസ് നമുക്ക് എന്തെടുക്കാം, 3560 എടുക്കാം. ഓക്കെ, റിസീവബിൾസിന്റെ ഫിഗർ തന്നിട്ടുണ്ട്, ട്രേഡ് റിസീവബിൾസ് 455. ഓക്കെ, ട്രേഡ് റിസീവബിൾ 455. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവരിവിടെ പറയുന്നു 85% ക്രെഡിറ്റിനാണ്, വിച്ച് മീൻസ് ഈ ഫുൾ ഫിഗർ എടുക്കാൻ പറ്റുമോ, ക്രെഡിറ്റ് സെയിൽസിന്റെ ഈ ഫുൾ ഫിഗർ എടുക്കാൻ പറ്റില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും, ഈ ഫിഗറിന്റെ 85% എന്തേ ഉള്ളൂ, ക്രെഡിറ്റ് സെയിൽസ് ഉള്ളൂ. സോ 85% ചെയ്യാം. ഓക്കെ, സോ ഇക്വേഷൻ ആയി. എന്തൊക്കെയുണ്ട്, റിസീവബിൾസ് ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 365, അത് ചെയ്യാം. റിസീവബിൾസ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 365 അല്ല കേട്ടോ, 360. ഓക്കെ, എത്ര കിട്ടും, 54.13 കിട്ടും. റൗണ്ട് ഓഫ് ചെയ്താൽ 54. സോ റിസീവബിൾ ഡേയ്സ് കിട്ടി, എത്ര കിട്ടിയത്, 54 കിട്ടി കേട്ടോ. സോ ഇവിടെ എത്ര വരും, 54. ഇവിടെ ഉണ്ടാവും റിസീവബിൾ കളക്ഷൻ പീരീഡ് 54. ഓപ്ഷനിലുണ്ട്, അതെന്ത് ചെയ്യുക, ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് അതേപോലെ ചെയ്യണം. ഓക്കെ, ഇൻവെന്ററിന്റെ വാല്യൂ എത്രയാണ്, ഇൻവെന്ററിയുടെ വാല്യൂ 345 ആണ്. ഓക്കെ, സോ ഇവിടെ 345 മില്യൺ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് സെയിൽസ് 2150 ഇൻറ്റു 360. സോ ഇവിടെ ചെയ്യാം, ഇൻവെന്ററി ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് സെയിൽസ് മൾട്ടിപ്ലൈഡ് ബൈ 360. സോ 58 ദിവസങ്ങൾ കിട്ടും കേട്ടോ. ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് എത്രയാണ്, 58 ഡേയ്സ് ആണ്. സോ ഇവിടെ ഓപ്ഷനിൽ 58 ഉണ്ടോ, യെസ് 58 ഉണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, അടുത്തത് പേയബിൾ പീരീഡാ, ട്രേഡ് പേയബിൾസ് 220. ഓക്കെ, അതിവിടെ കൊടുത്തിട്ടുണ്ട്, ട്രേഡ് പേയബിൾസ് 220 ആണ്. സോ പേയബിൾസ് 220 ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് പർച്ചേസ്. ഇവിടെ പറയുന്നു പർച്ചേസസ് ഫോർ ദ ഇയർ, ടോട്ടൽ പർച്ചേസ് ആണ് 1251. പക്ഷെ അത് ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാം, ക്രെഡിറ്റിനാണെന്ന് അസ്യൂം ചെയ്യാം. കാരണം അവിടെ ക്രെഡിറ്റിന് എത്രയാണെന്ന് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഓക്കെ, അവിടെ ക്രെഡിറ്റിന് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ ആ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 63.
63 ഡേയ്സ് ആണ് കിട്ടുക. ഓപ്ഷനിൽ 63 ഡേയ്സ് ഉണ്ടോ? യെസ്. ട്രേഡ് പേയബിൾ പേയ്മെന്റ് പീരീഡ് 63. അപ്പോൾ 3 കിട്ടി. ഇങ്ങനെ ചെയ്യുമ്പോൾ എത്ര മാർക്ക് കിട്ടും? 2 മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, എടാ മനസ്സിലായോ ഞാൻ ചെയ്തത്? എസ് ഓർ നോ കമന്റ് ചെയ്തേ. ഞാൻ ചെയ്തത് മനസ്സിലായോ? ഓക്കെ, ഇക്വേഷൻസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ? ഒന്നെങ്കിൽ ഏതെങ്കിലും ഒന്ന് ശരിയാവും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒന്നിൽ കൂടുതൽ ആളുകൾ കറക്റ്റ് ആവും. ഓക്കെ, 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പിന്നെ ഏതൊക്കെയാണ് ശരി എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഇതിലിങ്ങനെ കണ്ടിട്ട് ഏറ്റവും ചെറിയ സെന്റൻസ് ഈ മൂന്നാമത്തെ സെന്റൻസ് അല്ലേ? അപ്പോൾ ഞാൻ ഈ മൂന്നാമത്തെ സെന്റൻസ് വായിച്ചു നോക്കാം. ദ ലോവർ ദ സെൻസിറ്റിവിറ്റി മാർജിൻ, അതായത് സെൻസിറ്റിവിറ്റിന്റെ പെർസെൻറ്റേജ് കുറവാകുന്ന ആളുകളാണ് ഏറ്റവും കുറവ് ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ്. സെൻസിറ്റിവിറ്റിന്റെ പെർസെൻറ്റേജ് കുറവുള്ള ആളാണ് ഏറ്റവും കുറവ് ഡേഞ്ചറസ്. അത് ശരിയാണോ തെറ്റാണോ? അതായത് ഏറ്റവും കുറവ് സെൻസിറ്റിവിറ്റി ഉണ്ടാവുക സെൻസിറ്റിവിറ്റിന്റെ പെർസെൻറ്റേജ് കുറഞ്ഞ ആളുകൾക്കാണ്. യെസ് ഓർ നോ? എടാ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേന്നോ, പെർസെൻറ്റേജ് കുറഞ്ഞ ആളാണ് കൂടുതൽ ക്രിട്ടിക്കൽ. അതായത് ഇപ്പോൾ സെയിൽസ് ഒരു 5% മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2% മാറിയാൽ NPV മാറും. അവിടെ പെർസെൻറ്റേജ് കുറവാണെങ്കിൽ അത് ഡേഞ്ചർ. കാരണം 5% മാറ്റം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ തീരുമാനം മാറുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും കുറവാണെങ്കിൽ വീണ്ടും എന്താണ് ഡേഞ്ചറസ് ആണ്. സോ പെർസെൻറ്റേജ് കുറവുള്ള ആളുകളായിരിക്കും എന്ത് ചെയ്യുക, കൂടുതൽ ഡേഞ്ചറസ് ആയി മാറുക. സോ ഈ മൂന്നാമത്തെ ഓപ്ഷൻ എന്തല്ല, കറക്റ്റ് അല്ല. ഓക്കെ, സോ ഇതിൽ ഏത് ഓപ്ഷനൊക്കെ എലിമിനേറ്റ് ആയി പോയി? മൂന്നാമത്തത് കറക്റ്റ് അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻ ഔട്ടായി പോയി? ആൻസറിൽ എത്തൂലേ? ഒറ്റയടിക്ക് നമ്മൾ എന്ത് ചെയ്തു, ആൻസർ കണ്ടെത്തി. എങ്ങനെയാ? എലിമിനേഷൻ മെത്തേഡ്. മൂന്നാമത്തത് ഈ ഓപ്ഷൻ എന്തായാലും എന്തല്ല, ട്രൂ അല്ല. ഓക്കെ, ഈ ഓപ്ഷൻ എന്തായാലും എന്തല്ല, ട്രൂ അല്ല. മൂന്നാമത്തെ ഓപ്ഷൻ. ഓക്കെ, ഈ ഓപ്ഷൻ എന്തായാലും ട്രൂ അല്ല. ഓക്കെ, സോ ഞാൻ ഇവിടെ സ്ട്രൈക്ക് ത്രൂ ചെയ്തു. സ്വാഭാവികമായിട്ട് മൂന്നാമത്തെ ഓപ്ഷനുള്ള ഓപ്ഷനുകളൊക്കെ എന്തായി, എലിമിനേറ്റ് ആയി പോയി. ഇവിടെ 3 ട്രൂ ആണെന്നുണ്ട്, 2 3 ട്രൂ ആണെന്നുണ്ട്. ഇതല്ല. ഓക്കെ, ഇവിടെ 3 മാത്രമാണ് ട്രൂ, ഇതുമല്ല, പോയി. ഇവിടെ 1 2 3 എന്തായാലും ട്രൂ അല്ലല്ലോ, അതും എന്തായി, പോയി. സ്വാഭാവികമായിട്ട് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 1. ഓക്കെ, എളുപ്പം കിട്ടിയില്ലേ? ആദ്യത്തെ 2 നോക്കണ്ട. ഓക്കെ, എന്നാലും എന്ത് ചെയ്യാം, നമുക്ക് പിന്നെ ആദ്യത്തെ 2 നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ നോക്ക്, നമുക്ക് ആൻസർ കിട്ടിട്ടോ, 2 മാർക്കായി. നമ്മളെ സംബന്ധിച്ച് ആൻസർ കിട്ടുക എന്നുള്ളൂ. ദ പ്രോബ്ലം വിത്ത് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ഇൻ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ഈസ് ദാറ്റ് നെയ്തർ ക്യാൻ ബി ക്വാണ്ടിഫൈഡ് ഓർ മെഷേർഡ്. റിസ്ക്കും അൺസർട്ടനിറ്റിയും മെഷർ ചെയ്യാൻ പറ്റൂല, ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റൂല. ശരിയാണോ തെറ്റാണോ? റിസ്ക്കും അൺസർട്ടനിറ്റിയും രണ്ടും ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുമോ? ആയിഷ ഹുസൈൻ പറഞ്ഞേ. രണ്ടും ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റൂല എന്നാണ് പറയുന്നത്. ഏതാ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുക, ഏതാ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്തത്? റിസ്ക് ആണോ അൺസർട്ടനിറ്റി ആണോ? റിസ്ക് അതിന്റെ പ്രോബബിലിറ്റി അറിയാൻ പറ്റത്തില്ല. റിസ്കിന്റെ പ്രോബിലിറ്റി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. റിസ്ക് മെഷർ ചെയ്യാൻ പറ്റും, അൺസർട്ടനിറ്റി എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ട് എക്സ്പീരിയൻസ് ഉണ്ട്, ആ എക്സ്പീരിയൻസ് കാരണം നമുക്ക് റിസ്ക് എത്രമാത്രം ഉണ്ടെന്ന് പറയാൻ പറ്റും. അൺസർട്ടനിറ്റി എന്തല്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. സോ രണ്ടും മെഷർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. സോ ഈ ഓപ്ഷൻ എന്താണ്, തെറ്റാണ്. ഈ ഓപ്ഷൻ എന്താണ്, തെറ്റാണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ കറക്റ്റ് ഉള്ളൂ. അതായത് NPV സെയിൽസ്, ഇന്നലെ ഞാൻ പറഞ്ഞ ക്വസ്റ്റനാണ്. സെയിൽസ് വോളിയത്തിന്റെ സെൻസിറ്റിവിറ്റി കാണണമെങ്കിൽ നിങ്ങൾ ആരുടെ സെൻസിറ്റിവിറ്റി ആണ് കാണേണ്ടത്? ഇന്നലെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ആരുടെ സെൻസിറ്റിവിറ്റി കാണേണ്ടത്? You have to find the after tax ഉണ്ട്, after tax sensitivity of sales കോൺട്രിബ്യൂഷന്റെ സെൻസിറ്റിവിറ്റി ആണ് നിങ്ങൾ കാണേണ്ടത്. ഓക്കെ, സോ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് 2 മാർക്ക് കിട്ടിട്ടോ. ഇത് ഫ്ലാഗ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമ്മൾ എന്താണ്, കറക്റ്റ് ആണ്. ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്ലാഗ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ കോൺഫിഡന്റ് ആണ്. ഓക്കെ, പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം. ഒരു കമ്പനിക്കകത്ത് പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള പ്രശ്നമാടാ? പറഞ്ഞേ, ഫിദ ഫാത്തിമ പറഞ്ഞേ. ആരൊക്കെ തമ്മിലുള്ള പ്രശ്നമാണ് പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം? ആരാണ് പ്രിൻസിപ്പൾ, ആരാണ് ഏജന്റ്? പ്രിൻസിപ്പൽ ഷെയർ ഹോൾഡേഴ്സ്, ഏജന്റ് മാനേജേഴ്സ്. മാനേജേഴ്സ്. ഷെയർ ഹോൾഡേഴ്സും മാനേജേഴ്സും തമ്മിലുള്ള ഒരു പ്രശ്നത്തിന്റെ പിന്നെ താഴെ പറയുന്നവയിൽ ഏത് ഓപ്ഷനാണ് അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യത എന്നുള്ള കേട്ടോ. സപ്ലയേഴ്സ് കട്ടിംഗ് ദെയർ കോസ്റ്റ് ബൈ യൂസിങ് ചീപ്പർ മെറ്റീരിയൽ. അത് സപ്ലയർ ചെയ്യുന്നതാ. അതായത് പ്രിൻസിപ്പൽ ഏജൻസി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ ആയ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടാണ് ആര് വർക്ക് ചെയ്യേണ്ടത്, ഏജന്റ് ആയ മാനേജേഴ്സ് വർക്ക് ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ ചെയ്യാത്ത അവസ്ഥയാണ് എന്ത് പറയുക, ഏജൻസി പ്രോബ്ലം എന്ന് പറയാം. ഇവിടെ സപ്ലയർ ആണ് പ്രശ്നം. അപ്പോൾ ഈ ഓപ്ഷൻ അല്ല, കാരണം സപ്ലയർ പ്രശ്നം ഉണ്ടാക്കിയത് എന്തില്ല, പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം അല്ല. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ നോക്ക്, ഷെയർ ഹോൾഡേഴ്സ് ഗ്രൂപ്പ് ഡിസഗ്രീയിങ് ഓവർ ഡിവിഡൻഡ് പോളിസി. ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസിയുമായിട്ട് എന്ത് ചെയ്യുക, ഷെയർ ഹോൾഡേഴ്സ് ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യുക. ഇതും എന്തല്ല, പിന്നെ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം അല്ല. കാരണം ഇത് മാനേജേഴ്സ്, പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മാനേജേഴ്സ് ഷെയർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റിന് വേണ്ടി അല്ല വർക്ക് ചെയ്യുന്ന സിറ്റുവേഷനാണ്. അവർ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കൂടിയിട്ട് എന്ത് തീരുമാനിച്ചു, ഡിവിഡൻഡ് പോളിസി മാറ്റണം എന്നുള്ളൊരു തീരുമാനത്തിൽ വന്നു. അതെന്തല്ല, അവർ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് അല്ല. നാലാമത്തെ ഓപ്ഷൻ നോക്ക്, സ്റ്റോക്ക് മാർക്കറ്റ് എക്സേർട്ടിംഗ് പ്രഷർ ഓൺ കമ്പനീസ് ടു അച്ചീവ് ഷോർട്ട് ടേം പ്രോഫിറ്റ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ത് ചെയ്യാണ്, ഷോർട്ട് ടേം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഷർ എക്സേർട്ട് ചെയ്യാണ്. ഇതും എന്തല്ല, ഒരു പ്രിൻസിപ്പളും ഏജന്റും തമ്മിലുള്ള പ്രോബ്ലം ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കണക്കാക്കാൻ പറ്റില്ല. ഇവിടെ നോക്ക്, മാനേജേഴ്സ് അവോയ്ഡിങ് ഡെപ്റ്റ് ഫൈനാൻസ് ബിക്കോസ് ലോവർ ഇൻട്രസ്റ്റ് പേയ്മെന്റ് അവോയ്ഡ്സ് ദ നീഡ് ഫോർ കെയർഫുൾ ക്യാഷ് മാനേജ്മെന്റ്. സോ ഇവിടെ അവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ, മാനേജേഴ്സ് ഡെപ്റ്റ് ഫൈനാൻസ് കുറച്ചു.
ഡെപ്റ്റ് ഫൈനാൻസ് അതായത് ഡെപ്റ്റ് വഴി കടം വാങ്ങിയിട്ട് ഫണ്ട് റൈസ് ചെയ്യുന്നത് കുറച്ചു. അതിന്റെ കാരണം കുറച്ച് ഇൻട്രസ്റ്റ് പേ ചെയ്താൽ എന്ത് മതി, അത്രയും കുറച്ച് ക്യാഷ് മാനേജ്മെന്റിൽ അവർ എൻഗേജ് ആയാൽ മതി. ഓക്കെ, ഇൻട്രസ്റ്റ് പേയ്മെന്റ് കുറച്ചു. സോ ആ പേയ്മെന്റ് എന്ത് ചെയ്യേണ്ട, അങ്ങനെ ഒരു എക്സ്പെൻസ് വരുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു, ഡെപ്റ്റ് ഫൈനാൻസ് കുറച്ചു. സ്വാഭാവികമായിട്ടും ഡെപ്റ്റ് ഫൈനാൻസ് കുറച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരിക? ഡെപ്റ്റ് ഫൈനാൻസ് കുറച്ചു, സ്വാഭാവികമായിട്ടും ഇക്വിറ്റി ഫൈനാൻസ് കൂടൂലേ? ഇക്വിറ്റി ഫൈനാൻസ് കൂടുന്ന സമയത്ത് അവിടെ പ്രശ്നം ഉണ്ടാവും എന്താ വെച്ചാൽ, പിന്നെ ഷെയർ ഹോൾഡേഴ്സിന്റെ കൺട്രോൾ കൂടുതൽ ആളുകളിലേക്ക് പോകും. കാരണം ഇക്വിറ്റി വഴിയാണ് ഫണ്ട് റൈസ് ചെയ്യുന്നത്, ഡയലൂഷൻ ഓഫ് കൺട്രോൾ ഉണ്ടാവും. ഡെപ്റ്റ് ഫൈനാൻസ് എന്താണ്, ഇക്വിറ്റിനേക്കാളും ചീപ്പറാണ്. ഡെപ്റ്റ് ഫൈനാൻസ് ഇക്വിറ്റിനേക്കാളും ചീപ്പറാണ്. സോ ഡെപ്റ്റ് ഫൈനാൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ റിട്ടേൺസ് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഫണ്ട് തരുന്ന ആളുകളിലേക്ക് കൊടുക്കേണ്ടി വരും. അതായത് ഇക്വിറ്റി ഫണ്ട് ആണെങ്കിൽ കൂടുതൽ റിട്ടേൺസ് കൊടുക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും ആര് കൂടും, വാക്ക് കൂടും. വാക്ക് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺസ് എന്താവും, കുറയും കേട്ടോ. നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺസ് കുറയും. സോ ഓപ്ഷൻ ബി ആണെന്ത് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് അവിടെ ഒരു ഷെയർ ഹോൾഡേഴ്സിന്റെയും പിന്നെ മാനേജേഴ്സിന്റെയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട്, ഏജൻസി പ്രോബ്ലം. മാനേജേഴ്സ് എന്താ ചെയ്യുന്നത്, ഇവിടെ ഷെയർ ഹോൾഡർ ബെനിഫിറ്റ് നോക്കുന്നില്ല. അവർ നോക്കുന്നത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ക്യാഷ് മാനേജ്മെന്റ്, ദെയർ ഓൺ ബെനിഫിറ്റ്. മാനേജേഴ്സ് അവരുടെ ബെനിഫിറ്റിന് ക്യാഷ് മാനേജ്മെന്റ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നില്ല, ഡെപ്റ്റ് ഫൈനാൻസ് റൈസ് ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഇക്വലന്റ് ആനുവൽ കോസ്റ്റ്? EAC കാണാൻ പറയുന്നത്, ഇഫ് ഇറ്റ് വേർ ബോട്ട് ആൻഡ് റീപ്ലേസ് ഇറ്റ് എവറി 4 years. ഓക്കെ, ഇൻ പെർപെറ്റ്യൂറ്റി. അതായത് ഒരു അസറ്റിന്റെ EAC, ഒരു മെഷീന്റെ EAC കാണാൻ പറയുന്നു എവറി 4 year, 4 വർഷത്തിന്റെ EAC ആണ് കാണാൻ പറഞ്ഞത്. ഇൻ പെർപെറ്റ്യൂറ്റി എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ, EAC എപ്പോഴും പെർപെറ്റ്യൂറ്റി തന്നെ ആയിരിക്കും. EAC എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് നമ്മൾ കാലാകാലവും റീപ്ലേസ് ചെയ്യുകയാണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, EAC കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇൻബിൽറ്റ് അസംഷൻ, പെർപെറ്റ്യൂറ്റി എന്നുള്ള വേർഡ് കാരണം കൺഫ്യൂഷൻ ആയത്. നമ്മൾ സെയിം അസറ്റ് തന്നെ, ഇപ്പോൾ ഞാൻ ഈ ഫോൺ പിന്നെ വീണ്ടും റീപ്ലേസ് ചെയ്യും, എൻ്റെ കയ്യിൽ ഫോൺ, ആ ഫോൺ ഞാൻ വീണ്ടും റീപ്ലേസ് ചെയ്യും ടിൽ ദ എൻഡ് ഓഫ് ദ അപ് ടു ഇൻഫിനിറ്റ് പീരിയഡ്, കാലാകാലം ഞാൻ റീപ്ലേസ് ചെയ്യും എന്ന് അസ്യൂം ചെയ്തിട്ടാണ് EAC ഞാൻ എന്ത് ചെയ്യുക, ഈ ഫോണിന്റെ EAC കാൽക്കുലേറ്റ് ചെയ്യുക. സോ EAC കണ്ടിട്ട് എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കണ്ട. 4 years, എവറി 4 years എന്നാണ് പറയുന്നത്. അവിടെ ശ്രദ്ധിക്കണം, ആ 4 years വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ EAC കാൽക്കുലേറ്റ് ചെയ്യണം. EAC കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താടാ? EAC കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? ആയിഷ ഹുസൈൻ പറഞ്ഞേ, EAC കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? ഇക്വലന്റ് ആനുവൽ കോസ്റ്റ്. യെസ്, NPV ഓഫ് കോസ്റ്റ്. കോസ്റ്റുകളുടെയൊക്കെ NPV കാണുക, ആ സെറ്റ് ഉണ്ടാക്കുന്ന കോസ്റ്റുകളുടെയൊക്കെ NPV കാണുക, ഡിവൈഡഡ് ബൈ ആനിറ്റി ഫാക്ടർ. ഇവിടെ 4 വർഷത്തിൻ്റെയാണ്. സോ ആനിറ്റി ഫാക്ടർ എത്ര വർഷത്തിന് എടുക്കണം? 4 year ആനിറ്റി ഫാക്ടർ എടുക്കണം. ഓക്കെ അല്ലേ? സോ ഇതാണ് ഇക്വേഷൻ. NPV ഡിവൈഡഡ് ബൈ 4 yearന്റെ എന്ത് ചെയ്താൽ മതി, ആനിറ്റി ഫാക്ടർ കണ്ടാൽ മതി. ഓക്കെ, NPV കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം NPV ഓഫ് കോസ്റ്റ് കാണുകയാണ്. NPV ഓഫ് കോസ്റ്റ്. ഓക്കെ, എ മെഷീൻ കോസ്റ്റിംഗ് 2,25,000. ഓക്കെ, മെഷീൻ്റെ പെർച്ചേസ് കോസ്റ്റ് 2,25,000 ആണ്. സോ ആ മെഷീൻ ഉണ്ടാക്കുന്ന എല്ലാ കോസ്റ്റുകളുടെയും പ്രസന്റ് വാല്യൂ ആണ്, അതാണ് ടോട്ടൽ NPV. സോ 2,25,000 ആണ് മെഷീൻ്റെ കോസ്റ്റ്. സോ പെർച്ചേസ് കോസ്റ്റ് ആണ്. അപ്പോൾ അതെന്താണ്, അത് ഇയർ 0 കൊടുക്കുക, ഇനീഷ്യൽ പർച്ചേസ് അല്ലേ. സോ അതിന്റെ പ്രസന്റ് വാല്യൂ എത്രയായിരിക്കും? 2,25,000 തന്നെ ആയിരിക്കും. പ്ലസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് പ്രസന്റ് വാല്യൂ ഓഫ് റീസെയിൽ. അതിന് റീസെയിൽ വാല്യൂ ഉണ്ട്, ആ റീസെയിൽ വാല്യൂവിന്റെ പ്രസന്റ് വാല്യൂ ആണ് കൊടുത്തത് 15,300. സോ അവിടെയും എന്താണ്, അവസാനം അത് വിറ്റാൽ നമുക്ക് എന്ത് കിട്ടും, 15,300 ഇൻഫ്ലോ കിട്ടും. അതും എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദ പ്രസന്റ് വാല്യൂ ഓഫ്, ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് കൊടുക്കട്ടോ. ഓക്കെ, 2,25,000 കോസ്റ്റ് ആണ്, അതിലേക്ക് ഇൻഫ്ലോ ആണ് എന്ത്, റീസെയിൽ വാല്യൂ, ആ മെഷീൻ വിറ്റാൽ കിട്ടുന്ന പൈസ ഇൻഫ്ലോ ആണ്. സോ 15,300 എന്ത് ചെയ്യാം, ഞാൻ പോസിറ്റീവ് ആയിട്ട് കൊടുക്കാം. 15,300 ഞാൻ പോസിറ്റീവ് ആയിട്ട് കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു ആ മെഷീൻ എന്തുണ്ട്, എല്ലാ വർഷവും റണ്ണിങ് കോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ റണ്ണിങ് കോസ്റ്റിന്റെ ഒക്കെ പ്രസന്റ് വാല്യൂ 55,567 ആണ്. സോ റണ്ണിങ് കോസ്റ്റ് അതൊരു കോസ്റ്റ് ആണ്, അതിന്റെയും പ്രസന്റ് വാല്യൂ കൊടുത്തിട്ടുണ്ട് 55,567. ഓക്കെ, സോ എല്ലാത്തിന്റെയും കോസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഇൻഫ്ലോസ് ഒക്കെ പിന്നെ നെഗറ്റീവ് ആയിട്ടും, ഇൻഫ്ലോസ് പോസിറ്റീവ് ആയിട്ടും ഔട്ട്ഫ്ലോസ് നെഗറ്റീവ് ആയിട്ടും കൊടുത്തിട്ടോ. കാരണം എന്താ, നെഗറ്റീവ് NPV കിട്ടുക, NPV ഓഫ് കോസ്റ്റ് അല്ലേ, എന്തായിരിക്കും നെഗറ്റീവ് NPV ആണ് കിട്ടുക. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ആനിറ്റി ഫാക്ടർ ഓഫ് 4 year, 4 വർഷത്തിന്റെ ആനിറ്റി ഫാക്ടർ കാണണം. ഓക്കെ, നസീഫ പറഞ്ഞേ 4 year ആനിറ്റി ഫാക്ടർ എങ്ങനെ കാണാൻ പറ്റുക? ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% കൊടുത്തിട്ടുണ്ട്. എവിടുന്നാണ് നമുക്ക് ആന്റി ഫാക്ടർ കിട്ടുക? Annuity table. ആനിറ്റി ടേബിൾ. അപ്പോൾ ഇവിടെ ഫോർമുല ഷീറ്റ് ക്ലിക്ക് ചെയ്യുക താഴെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഫോർമുല ഷീറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ പോയിട്ട് 4 വർഷത്തിന്റെ ആനിറ്റി ടേബിൾ ആണ് എടുക്കേണ്ടത്. 4 വർഷത്തിന്റെ ആനിറ്റി ഫാക്ടർ ടേബിൾ ആണ് എടുക്കേണ്ടത്. അതിൽ 10%, 10%. സോ 10%, 4 വർഷം. സോ 3.170. ഇതല്ല ആന്റി ഫാക്ടർ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% ആണ്, ഡിവൈഡ് 4 years. ഓക്കെ, 4 yearsന്റെ 10%, വിച്ച് ഈസ് 3.170. സോ ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുക, EAC കിട്ടും. സോ EAC എത്രയാണ്, ഈ വാല്യൂ ഡിവൈഡഡ് ബൈ 3.170. സോ EAC വരുന്നത് 83,680. ഓക്കെ, റൗണ്ട് ഓഫ് ചെയ്താൽ അവരെന്ത് പറയുന്നുണ്ട്, നിയറസ്റ്റ് ഡോളറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ പറയുന്നുണ്ട് അല്ലേ, ടു ദ നിയറസ്റ്റ് ഡോളർ. എന്ത് ചെയ്യണം, 83,680. 0.44 വേണ്ട, എന്ത് ചെയ്താൽ മതി, 83,680. ഓക്കെ, അതവിടെ കൊടുക്കട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈനസ് ഇല്ല മൈനസ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ.
EAC എന്ന് പറഞ്ഞാൽ NPV ഓഫ് കോസ്റ്റ് ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മൈനസ് ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ EAC പോസിറ്റീവ്, അത് ചെലവ് എന്ന് പറയാം, ഇക്വലന്റ് ആനുവൽ കോസ്റ്റ് അല്ലേ. ചെലവ് നെഗറ്റീവ് എന്ന് പറയണ്ട, ചെലവ് 83,80 ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കുറച്ച് പിന്നെ ഡിഫിക്കൽട്ട് ആണ്, അത് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലാഗ് ചെയ്ത് വെക്കുക. ഓക്കെ, എടാ ഫ്ലാഗ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ എന്ത് ചെയ്യണം, വെറുതെ ക്ലിക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഏതെങ്കിലും ഒരു ഓപ്ഷൻ വെറുതെ എന്ത് ചെയ്യണം, ടിക്ക് ചെയ്ത് വെക്കണം. വിച്ച് മീൻസ് അഥവാ ശരിയായെങ്കിലോ, ഏതോ സിനിമ പറഞ്ഞ പോലെ അഥവാ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് പറയില്ല. അപ്പോൾ അതേപോലെ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് ഫ്ലാഗ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ അടുത്തത് വിച്ച് 3 ഓഫ് ദ ഫോളോയിങ് ആർ മെയിൻ മാക്രോ എക്കണോമിക് പോളിസി ഒബ്ജക്റ്റീവ്. ഓക്കെ, ഒരു രാജ്യത്തിന് മാക്രോ എക്കണോമിക് പോളിസി ഉണ്ടാവും, മൈക്രോ എക്കണോമിക് പോളിസി ഉണ്ടാവും. ഓക്കെ, രാജ്യത്തിന് നല്ല പൊതുവെ. ഓക്കെ, മാക്രോ എക്കണോമിക് പോളിസി എന്ന് പറഞ്ഞാൽ ആ എൻ്റെ കൺട്രീനെ മൊത്തം എഫക്ട് ചെയ്യുന്ന സാമ്പത്തിക തീരുമാനങ്ങളെയാണ് എന്ത് പറയാം, ഒരു രാജ്യത്തിനെ മൊത്തം എഫക്ട് ചെയ്യുന്ന സാമ്പത്തിക തീരുമാനങ്ങളെയാണ് മാക്രോ എക്കണോമിക് പോളിസി എന്ന് പറഞ്ഞാൽ. എക്കണോമിയെ മൊത്തം, രാജ്യം നല്ല ഒരു എക്കണോമിയെ മൊത്തം. ഓക്കെ, മൈക്രോ എക്കണോമിക് പോളിസി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ ഇൻഡസ്ട്രിക്ക് ഉണ്ടാവുന്ന ചെറിയ തലത്തിലുള്ള, ഈ മാക്രോ എന്ന് പറഞ്ഞാൽ വൈഡർ പെർസ്പെക്റ്റീവ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മളെ രാജ്യം പെട്ടെന്ന് എന്താണ് നോട്ട് നിരോധിച്ചു. ഓക്കെ, 500-ന്റെയും 1000-ന്റെയും നോട്ട് നിരോധിച്ചു. അതെന്താണ്, അത് മാക്രോ എക്കണോമിയാണ്, അതായത് എൻ്റെ പിന്നെ എക്കണോമിയെ മൊത്തം എഫക്ട് ചെയ്യുന്ന ഒരു പോളിസിയാണ്. സോ മാക്രോ എക്കണോമിക് പോളിസി. സോ ഇവിടെ എന്തൊക്കെയാണ് രാജ്യത്തിന്റെ മൊത്തം മാക്രോ എക്കണോമിക് പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നോക്ക്. ഇൻഫ്ലേഷൻ സ്റ്റേബിൾ ആയിരിക്കണം, ലോ ആയിരിക്കണം. സോ അതെന്താണ് മാക്രോ എക്കണോമിക് പോളിസിയുടെ ഒരു ഒബ്ജക്റ്റീവാണ്, പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ്. കാരണം ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾക്ക് വില കൂടുക. ഇൻഫ്ലേഷൻ വേണം, പക്ഷേ അതെന്തായിരിക്കണം, സാധനങ്ങൾക്കൊക്കെ പയ്യെ ഇങ്ങനെ വില കൂടണം, എന്നിട്ട് ഒരുപാട് കൂടാനും പാടില്ല. അതെന്ത് ചെയ്യണം, ശരിക്കും പറഞ്ഞാൽ വില കുറയല്ല വേണ്ടത്, വില കൂടുന്നത് നിയന്ത്രണാതീതമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തണം. അതാണ് ലോ ആൻഡ് സ്റ്റേബിൾ. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് എല്ലാ സാധനങ്ങളും വില കുറക്കുക എന്നുള്ളതല്ല, വില കൂട്ടുന്നത് എന്ത് ചെയ്യണം, വില കൂടുന്നത് സ്ലോ ഗ്രോത്ത് ആയിരിക്കണം. ഇപ്പോൾ പെട്ടെന്ന് ഉള്ളിക്കൊക്കെ വില കൂടി, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആവശ്യ സാധനങ്ങൾക്ക് അരിക്ക് വില കൂടി, അല്ലെങ്കിൽ പെട്രോളിന് വില കൂടി, അപ്പോൾ പെട്ടെന്ന് കൂടി കഴിഞ്ഞാൽ പ്രശ്നമാണ്. പക്ഷേ സ്റ്റേബിൾ ആയിട്ട് പയ്യെ എന്ത് ചെയ്യണം, വില അങ്ങനെ കൂടി വരണം, അത് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക കേട്ടോ. ഓക്കെ, സോ ഹൈ ആൻഡ് സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത്. ഓക്കെ, നമുക്ക് എന്ത് വേണം, സാമ്പത്തികമായിട്ടുള്ള വളർച്ച എന്തായിരിക്കണം, സസ്റ്റൈനബിൾ. അത് പെട്ടെന്ന് എന്ത് ചെയ്യണം, നമുക്ക് വളരെ കൂടുതൽ എന്ത് വേണം, എക്കണോമിക് ഗ്രോത്ത് വേണം. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് എന്നുള്ളത്, സാമ്പത്തിക വളർച്ച എന്നുള്ളത് മാക്രോ എക്കണോമിക് പോളിസിയുടെ ഒരു ഒബ്ജക്റ്റീവാണ്. ഓക്കെ, സോ ഇതുണ്ട്. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജോലി എന്നല്ല കേട്ടോ. ശരിക്കും മാക്രോ എക്കണോമിക് പോളിസിയിൽ ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ് എന്നാ, അതായത് ഹ്യൂമൻ റിസോഴ്സ് എന്നല്ല, നമ്മളെ എല്ലാ റിസോഴ്സുകളും എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് ആവശ്യമായ എല്ലാ റിസോഴ്സുകളും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്ന് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ഓക്കെ, എംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ്, അത് ഹ്യൂമൻ റിസോഴ്സ് മാത്രമല്ല, എല്ലാ റിസോഴ്സും എന്ത് ചെയ്യുക, പിന്നെ യൂട്ടിലൈസ് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. സോ ഇത് മൂന്നാണ് മാക്രോ എക്കണോമിക് പോളിസിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റ് കാലാകാലം ഫിക്സ്ഡ് ആയിട്ട് വെക്കുക. ഓക്കെ, എല്ലാ കാലഘട്ടത്തിലും എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ്ഡ് ആക്കി വെക്കുക എന്നുള്ളത് എന്തല്ല മാക്രോ എക്കണോമിക് പോളിസിയുടെ ഇതല്ല. ഒരു ബാലൻസ്ഡ് ഗവൺമെന്റ് ബഡ്ജറ്റ് പിന്നെ എന്ത് ചെയ്യുക, എല്ലാ വർഷവും എടുക്കുക എന്നുള്ളതും എന്തല്ല ഒരു മാക്രോ എക്കണോമിക് പോളിസിയിലെ ആദ്യത്തെ മൂന്നെണ്ണമാണ് എന്ത് മാക്രോ എക്കണോമിക് പോളിസിയുടെ ഒബ്ജക്റ്റീവ് കേട്ടോ, 1, 2 and 3. ഓക്കെ, സോ അടുത്ത സ്റ്റേറ്റ്മെന്റ്, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്. ഓക്കെ, ആർ കറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും അവിടെ, ഒന്നിൽ കൂടുതൽ കറക്റ്റ് ഉണ്ടാവും കേട്ടോ. താഴെ പറയുന്നവയിൽ ഒന്നിൽ കൂടുതൽ എന്തുണ്ടാവും, കറക്റ്റ് ഉണ്ടാവും. ഇവിടെ പറയുന്നത് ഇസ്ലാമിക് ഫൈനാൻസിനെ കുറിച്ചാണ്, ഇസ്ലാമിക് ഫൈനാൻസിന്റെ കോൺട്രാക്റ്റുകളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇസ്ലാമിക് ഫൈനാൻസിന്റെ കോൺട്രാക്റ്റുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കടാ, ഇസ്ലാമിക് ഇൻസ്ട്രുമെന്റ്സ് ബൈ ദെയർ നേച്ചർ, നാലാമത്തെ ഓപ്ഷൻ നോക്കുക, ഇസ്ലാമിക് ഇൻസ്ട്രുമെന്റ്സ് ബൈ ദെയർ നേച്ചർ മീൻസ് ദേ ആർ നോട്ട് ട്രേഡഡ് ത്രൂ എ സെക്കൻഡറി മാർക്കറ്റ്. ഇസ്ലാമിക് കോൺട്രാക്റ്റുകൾ, അതായത് ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സെക്കൻഡറി മാർക്കറ്റ് വഴി സെല്ല് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ആ ഓപ്ഷൻ എന്താണ്, അത് തെറ്റാണ്. കാരണം ഈ സുക്കൂക്കൊക്കെ എന്ത് ചെയ്യുക, ലോൺ നോട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡറി മാർക്കറ്റ് വഴി സെല്ല് ചെയ്യാൻ പറ്റും. സോ ഈ ഓപ്ഷൻ എന്താണ്, തെറ്റാണ്. സുക്കൂക്ക് എന്ത് ചെയ്യുക, ഒരാൾ വാങ്ങി ലോൺ നോട്ട് വാങ്ങി അത് വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെല്ല് ചെയ്യാൻ പറ്റും. സോ നാലാമത്തെ ഓപ്ഷൻ കറക്റ്റ് അല്ല, റോങ് ആണ്. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും ഏത് ഓപ്ഷൻ എലിമിനേറ്റ് ആയി പോയി, 4 റോങ് ആണ്. സോ ഓപ്ഷൻ 4 ഇത് എലിമിനേറ്റ് ആയി പോയില്ലേ, ഇത് എലിമിനേറ്റ് ആയി പോയി. ഇനി അതൊക്കെ ഉള്ളൂ 1, 2, 3. ഓക്കെ, ഇനി നമ്മൾ നോക്കുക മൂന്നാമത്തെ ഓപ്ഷൻ, സുക്കൂക്ക് കനോട്ട് ബെയർ ഇൻട്രസ്റ്റ്. സുക്കൂക്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവോ, യെസ് ഓർ നോ, സുക്കൂക്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവോ, ആയിഷ ഹുസൈൻ പറഞ്ഞേ, സുക്കൂക്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവോ, ആയിഷ ഹുസൈൻ പ്ലീസ് അൺമ്യൂട്ട്. സുക്കൂക്കിൽ ഇൻട്രസ്റ്റ് അലൗഡ് ആവോ? എടാ ഇസ്ലാമിക് ഫൈനാൻസിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ, ഇസ്ലാമിക് ഫൈനാൻസിന്റെ അകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഓക്കെ, ഫിദ ഫാത്തിമ ഇൻട്രസ്റ്റ് അലൗഡ് അല്ല കേട്ടോ. സോ സുക്കൂക്കിൽ പിന്നെ എന്തുണ്ടാകത്തില്ല, ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ. ദ സുക്കൂക്ക് ഹോൾഡേഴ്സ് റിട്ടേൺ ഫോർ പ്രൊവൈഡിംഗ് ഫൈനാൻസ് ഇസ് എ ഷെയർ ഓഫ് ദ ഇൻകം ജനറേറ്റഡ് ബൈ ദ ബോണ്ട്. സുക്കൂക്കിൽ നമുക്ക് എന്ത് കിട്ടത്തില്ല, ഇൻട്രസ്റ്റ് കിട്ടില്ല, പകരം ആ ഫണ്ട് കൊണ്ട് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ഷെയർ ആക്കും, ഇൻകത്തിന്റെ ഷെയർ ആയിരിക്കും കിട്ടുക. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയാണ്. ഇൻട്രസ്റ്റിന് പകരം ആ ഫണ്ട് കൊണ്ട് ഉണ്ടാക്കുന്ന പ്രോഫിറ്റിന്റെ ഒരു ഷെയർ ആണ് എന്ത് കിട്ടുക, സുക്കൂക്കിൽ കിട്ടുക. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ട്രൂ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, സോ മൂന്നാമത്തത് ട്രൂ ആണ്, 3 ട്രൂ ആണ്.
സ്വാഭാവികമായിട്ടും ഓപ്ഷൻ 2 ആവാനും സാധ്യതയുണ്ട്, ഓപ്ഷൻ 3 ആവാനും സാധ്യതയുണ്ട്. ആര് എലിമിനേറ്റ് ആയി പോയി? ഇത് എലിമിനേറ്റ് ആയി പോയിട്ടോ. ഇവിടെ 1ഉം 2 മാത്രമേ ട്രൂ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇനി അടുത്ത നോക്ക്. മുഷാറക്ക, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മുഷാറക്ക ഈസ് എ ഫോം ഓഫ് ഇക്വിറ്റി ഫൈനാൻസ്. അതെന്താണ്? ഇക്വിറ്റി ഫൈനാൻസിന്റെ ഒരു ടൈപ്പ് ഓഫ് ഫോം തന്നെയാണ്. ഇൻ വിച്ച് ദ ഇൻവെസ്റ്റ്മെന്റ് പാർട്ട്ണർ റിസീവ്സ് ഡിവിഡൻഡ്. ഓക്കെ, ഇസ്ലാമിക് ഫൈനാൻസിന്റെ അകത്ത് എന്തല്ല, ഡിവിഡൻഡ് അല്ല കൊടുക്കുക കേട്ടോ. ഡിവിഡൻഡ് കൊടുക്കുന്നില്ല, പകരം അവിടെ എന്താ കൊടുക്കുക? ഒരു പ്രോഫിറ്റ് ഷെയർ ആണ് കൊടുക്കുക. ഓക്കെ, ഡിവിഡൻഡ് അല്ല. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സ്വാഭാവികമായിട്ടും ഈ ഓപ്ഷൻ എന്തായി പോയി. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, സോ ഇനി ഒന്നാമത്തെ നോക്ക്. മുദാറബ ഈസ് എ ഫോം ഓഫ് ഇക്വിറ്റി ഫൈനാൻസ്. കറക്റ്റ് ആണ്. വേർ പ്രോഫിറ്റ് ആർ ഷെയർഡ് അക്കോർഡിംഗ് ടു പ്രീ അഗ്രീഡ് കോൺട്രാക്ട്. നേരത്തെ തീരുമാനിച്ച പോലെയാണ് എന്ത് ചെയ്യുക? മുഷാറക്കയിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുക. അത് ശരിയാണ്. ആൻഡ് ലോസ് ഉണ്ടെങ്കിൽ അത് ആര് ബെയർ ചെയ്യണം? ക്യാപിറ്റൽ തന്ന ആളുകൾ മാത്രം എന്ത് ചെയ്യണം? ബെയർ ചെയ്യണം. ശരിയാട്ടോ. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നേരത്തെ തീരുമാനിച്ച പോലെ, ലോസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? ക്യാപിറ്റൽ തന്ന ആളുകൾ എന്ത് ചെയ്യണം? ബെയർ ചെയ്യണം. എടാ മുഷാറക്കിൽ പിന്നെ ക്യാപിറ്റൽ തന്ന ആളുകൾക്ക് എന്താ, സോറി മുഷാറക്കല്ല, മുദാറബയിൽ ക്യാപിറ്റൽ തരുന്ന ആളുകൾക്ക് എന്താ പറയാ? ഒരു അറബിക് വേർഡ് ഉണ്ടല്ലോ, ആർക്കാ പറയാൻ പറ്റുക? മുദാറബയിൽ ക്യാപിറ്റൽ തരുന്ന റബ്ബുൽ മാൽ എന്ന് പറയും അല്ലേ? ഓക്കെ, അവിടെ മുദാറബയിൽ പിന്നെ മാനേജ് ചെയ്യുന്ന ആ ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് എന്താ പറയാ? മുദരിബ് എന്ന് പറയും കേട്ടോ. ഓക്കെ, സോ ഓപ്ഷൻ 1 എന്താണ്? കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 3ഉം ആണ് കറക്റ്റ്. 1 and 3 ഉള്ളി. ഓക്കെ ഓക്കെ, ഇനി അടുത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ഷൻസ് ബെസ്റ്റ് റിഫ്ലക്ട് ദ പ്രിൻസിപ്പിൾ ഓഫ് വാല്യൂ ഫോർ മണി? എടാ വാല്യൂ ഫോർ മണിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, എല്ലാ എക്സാമിനും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാല്യൂ ഫോർ മണി, VFM. വാല്യൂ ഫോർ മണിയിൽ 3 E's ഉണ്ട്. ഏതൊക്കെയാ 3 E's? 3 ഈകൾ ഏതൊക്കെയാ? വാല്യൂ ഫോർ മണിയുടെ 3 E's ഉണ്ട്. ഏതൊക്കെയാ 3 E's? വാല്യൂ ഫോർ മണിയുടെ 3 E's ഏതൊക്കെയാ? ആർക്കാ പറയാൻ പറ്റുക? വാല്യൂ ഫോർ മണിയുടെ 3 E's. ഓക്കെ, 3 ഈകൾ ഉണ്ട്. ഏതൊക്കെയാ? എക്കണോമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ് കേട്ടോ. അപ്പോൾ ഒരു പിന്നെ ഓർഗനൈസേഷൻ സാധാരണ വാല്യൂ ഫോർ മണി നോക്കുക നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, അതായത് ലാഭത്തിന് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുന്നത്. അങ്ങനത്തെ ഒരു കമ്പനിയുടെ ലാഭം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അവരുടെ എക്കണോമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ് ഒക്കെ വെച്ചിട്ടാണ് അവരുടെ പെർഫോമൻസ് എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യുക. സോ 3 E'സിനെ കുറിച്ചാണ് അത്. ഈ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് 3 E'സിൽ പെട്ടത് നോക്കാം. ഓക്കെ, പ്രൊക്യൂറിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ് അറ്റ് ദ മോസ്റ്റ് എക്കണോമിക്കൽ കോസ്റ്റ്. ഇതെന്താണ്? 3 E'സിൽ പെട്ടതാ. അതായത് ഏറ്റവും വില കുറഞ്ഞ് എന്ത് ചെയ്യുക? സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. സോ ഇതേതാ? എക്കണോമി ആണോ, എഫിഷ്യൻസി ആണോ, എഫക്റ്റീവ്നെസ് ആണോ? ഇൻപുട്ട് കോസ്റ്റ് കുറക്കുക. ഏതാ 3 E'സിൽ ഏതാ? പറഞ്ഞേ, ഫിദ ഫാത്തിമ പറഞ്ഞേ. 3 E'സിൽ ഏതാ ഇൻപുട്ട് കോസ്റ്റ് കുറക്കുന്നത്? എക്കണോമി ആണോ, എഫിഷ്യൻസി ആണോ, എഫക്റ്റീവ്നെസ് ആണോ? എക്കണോമി ആണോ, എഫിഷ്യൻസി ആണോ, എഫക്റ്റീവ്നെസ് ആണോ? എടാ ഇൻപുട്ട് കോസ്റ്റ് കുറക്കുക എന്ന് പറഞ്ഞാൽ ഏതാ? അത് എക്കണോമി ആട്ടോ. അതെന്താണ്? എക്കണോമിയാണ്. ഓക്കെ, അടുത്ത് നോക്ക്. ലോഞ്ചിങ് ക്രിയേറ്റീവ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ടു ബൂസ്റ്റ് ബ്രാൻഡ്. നിങ്ങളെ ബ്രാൻഡ് എന്ത് ചെയ്യുക? വലുതാക്കുക. ബ്രാൻഡിങ് എന്തല്ല? 3 E'സിൽ പെട്ടതല്ല. ഓക്കെ, ബ്രാൻഡിങ് എന്തല്ല? 3 E'സിൽ പെട്ടതല്ല. ഇൻക്രീസിങ് പ്രോഫിറ്റ് എന്തല്ല? 3 E'സിൽ പെട്ടതല്ല. കാരണം വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനാണ്. സോ പ്രോഫിറ്റ് എന്തല്ല? പിന്നെ അതിൻ്റെ ഒരു ഇവാലുവേഷൻ മെത്തേഡ് അല്ല. അടുത്ത് നോക്ക്. ഒപ്റ്റിമൈസിങ് ദ യൂസ് ഓഫ് അവൈലബിൾ റിസോഴ്സസ് ടു അച്ചീവ് ദ ബെസ്റ്റ് ഔട്ട്പുട്ട്. ഏറ്റവും നല്ല ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നല്ല രീതിക്ക് റിസോഴ്സുകളൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, സോ ഇതെന്താണ്? എഫിഷ്യൻസി ആണ്. അതായത് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് റിസോഴ്സുകളൊക്കെ നല്ല രീതിക്ക് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. എഫിഷ്യൻസിയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. സോ 1ഉം 4ഉം ആണ് കറക്റ്റ്. 1ഉം 4ഉം ഓപ്ഷൻ 1 and 4. സോ ഓപ്ഷൻ ഡി, നാലാമത്തെ ഓപ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ഈസ് ദ എക്സ് ഡിവിഡൻഡ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ? ഒരു ഷെയറിന്റെ എക്സ് ഡിവിഡൻഡ് മാർക്കറ്റ് പ്രൈസ് ആണ്. സോ അവർ ചോദിച്ചു കഴിഞ്ഞാൽ P0 ആണ്. P0 കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. സോ ഷെയറിന്റെ P0 ആണ് അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ആയിഷ ഹുസൈൻ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. P0 ഒരു ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ കാണുന്ന ഇക്വേഷൻ എന്താ? ഒരു ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ കാണുന്ന P0 കാണുന്ന ഇക്വേഷൻ എന്താ? P0 ഈക്വൽസ് എന്താ ഇക്വേഷൻ പറഞ്ഞേ? എടാ തെറ്റിക്കോട്ടെ, ട്രൈ ചെയ്യും. ഡിവിഡൻഡ് വാല്യൂഷൻ മോഡൽ വഴി P0 ഒരു ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ കാണുന്ന ഇക്വേഷൻ എന്താ? ട്രൈ ചെയ്തോ? ഏതാ? P/KE അല്ല. D/KE അല്ല. അവിടെ D എന്ന് പറഞ്ഞാൽ ഓക്കെ ശരിയാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം D0 അതായത് ഈ വർഷം കൊടുക്കുന്ന പിന്നെ ഡിവിഡൻഡ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? D1 എന്ന് പറയാം. D1 എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തെ ഡിവിഡൻഡ്. D1 എന്ന് പറയാം. അടുത്ത വർഷം അവർ കൊടുക്കുന്ന ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ KE കോസ്റ്റ് ഓഫ് ഇക്വിറ്റി മൈനസ് G ഡിവിഡൻഡിന്റെ ഗ്രോത്ത്. ഓക്കെ, ഡിവിഡൻഡ് എത്ര ശതമാനമാണ് ഓരോ വർഷം കൂടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെ വേണം? P0 കാണണമെങ്കിൽ P0 ആണ് നമുക്ക് കാണേണ്ടത്. എന്തൊക്കെ ആവശ്യമുണ്ട്? D1 അടുത്ത വർഷം അവർ കൊടുക്കാൻ പോകുന്ന ഡിവിഡൻഡ്.
പിന്നെ കെ വേണം, അതേപോലെ ജി ഗ്രോത്തും വേണം. ഓക്കെ, അതൊക്കെ അവർ തന്നിട്ടുണ്ടോ നോക്കുക ക്വസ്റ്റനിൽ. ഓക്കെ, എ കമ്പനി ഹാസ് ജസ്റ്റ് പെയ്ഡ് എ ഡിവിഡൻഡ് ഓഫ് 0.25. ഈ വർഷം അവർ എന്ത് ചെയ്തു? 0.25 ഡിവിഡൻഡ് ആണ് കൊടുത്തത്. അടുത്ത വർഷം അവർ കൊടുക്കാൻ പോകുന്ന എത്രയാ? 0.265. സോ ഒരു വർഷം കഴിയുമ്പോൾ അവർ കൊടുക്കുക. D1 എന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാൽ കൊടുക്കാൻ പോകുന്ന ഡിവിഡൻഡ് 0.265 അത് കൊടുത്തു. കെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൊടുത്തിട്ടുണ്ട് നോക്കാം. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 15%. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 15%, 15% ആണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ജി എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡിന്റെ ഗ്രോത്ത്. നോക്ക്, ജി കാണാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. അതിലൊരു മെത്തേഡാണ് എന്ത്? ഒരു മെത്തേഡാണ് ഗോർഡൻസ് ഗ്രോത്ത് മോഡൽ. ഓക്കെ, വേറെ മെത്തേഡാണ് ആവറേജിങ് മെത്തേഡ് കേട്ടോ. സോ ആവറേജിങ് മെത്തേഡ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക് ഗ്രോത്ത് മോഡൽ എന്നൊക്കെ പറയും കേട്ടോ. അവിടെ ജി കാണാനുള്ള ഇക്വേഷൻ ആണ് ജി ഈക്വൽ d0/dn റൈസ് ടു 1/n മൈനസ് 1. ഓക്കെ, d0/dn റൈസ് ടു 1/n മൈനസ് 1. ഓക്കെ, സോ ജി കാണുന്ന ഇക്വേഷൻ d0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം? പിന്നെ അടുത്ത വർഷത്തെ ഡിവിഡൻഡ് എടുക്കാം കേട്ടോ, 0.265. ഓക്കെ, ബാക്കിലോട്ടല്ല, ഹിസ്റ്റോറിക് മോഡലാണ്. അപ്പോൾ d0 ആയിട്ട് 0.265 എടുക്കുക, ഡിവൈഡഡ് ബൈ ഈ വർഷത്തെ ഡിവിഡൻഡ് 0.25 അതെടുത്തു. റൈസ് ടു 1/n ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? റൈസ് ടു 1/n ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം 1 ഇയർ, ഒരു വർഷം ബാക്കിലോട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ -1 ചെയ്താൽ മതി. d0/dn റൈസ് ടു 1/n ചെയ്യേണ്ട, കാരണം 1/1 വരിക. സോ എന്താ 1 ആവും. സോ -1 ചെയ്താൽ എന്ത് കിട്ടും? ജി കിട്ടും. ജി 6%, അതായത് 0.06 വരിക, 6% ജി ഗ്രോത്ത് വരിക കേട്ടോ. സോ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ആ ഇക്വേഷൻ വെച്ചിട്ട് d1 ഡിവൈഡഡ് ബൈ കെ മൈനസ് ജി, ആ ഇക്വേഷൻ വഴി എന്ത് ചെയ്യുക? P0 കാണാം. P0 വിൽ ബി നിയറസ്റ്റ്, നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 2.94. സോ ഓപ്ഷൻസിലുണ്ടോ? യെസ്, ഓപ്ഷൻ ബി 2.94. ഇതാണ് എന്ത്? P0. അതൊരു ഷെയറിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ 2.94. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യനും എന്താണ്? ഞാനൊരു മെത്തേഡ് വഴിയാണ് ചെയ്യുന്നത്. ആ മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകത്തില്ല. ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് വേറെ ട്രിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. സോ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണ്ട? ഇപ്പോൾ ചെയ്യണ്ട, വെയിറ്റ്. അതെന്ത് ചെയ്യുക? ഫ്ലാഗ് ഫോർ ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഓവർ ദ കൗണ്ടർ? എടാ, ഓപ്ഷൻസിനെ പറ്റിയാണ് പറയുന്നത്. OTC, അതായത് ബാങ്ക് വഴി ചെയ്യുന്ന ഓപ്ഷൻസിനെ പറ്റിയാണ്. ഓപ്ഷൻസ് രണ്ട് രീതിയിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഒന്നെങ്കിൽ ബാങ്ക് വഴി ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് വഴി ചെയ്യാം. ഇവിടെ പറയുന്നത് ബാങ്ക് വഴി ചെയ്യുന്ന ഓപ്ഷൻസിനെ പറ്റിയാണ്. ഓക്കെ, സോ ബാങ്ക് വഴി ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. സ്റ്റോക്ക് മാർക്കറ്റ് വഴി ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ബാങ്ക് വഴി ചെയ്യുന്നതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്ക്. ദ ടേംസ് ഓഫ് ദ കോൺട്രാക്ട് ക്യാൻ ബി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ബയറുടെ ആവശ്യപ്രകാരം. സോ ബാങ്ക് വഴി ചെയ്യുന്നതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂടാ? കസ്റ്റമൈസ് ചെയ്യാൻ പറ്റൂട്ടോ. ഇതെന്താണ്? ട്രൂ ആണ്. ഓക്കെ, ഇനി ദ കോൺട്രാക്ട് ഈസ് സെറ്റിൽഡ് ത്രൂ എ സെൻട്രൽ എക്സ്ചേഞ്ച് ക്ലിയറിംഗ് ഹൗസ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് വഴി ആണെന്നാണ് പറയുന്നത്. എന്താണ്? OTC ആണെങ്കിൽ അതെന്താണ്? ബാങ്ക് വഴിയാണ് ചെയ്യുക, എന്തല്ല? സ്റ്റോക്ക് മാർക്കറ്റ് വഴിയല്ല. സോ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ഇല്ലട്ടോ. ഓക്കെ, മൂന്നാമത്തെ ഇത് നോക്ക്. ബയർ പേസ് ആൻ അപ്ഫ്രണ്ട് പ്രീമിയം ടു ഒബ്റ്റെയിൻ ദ ഓപ്ഷൻ. ഓപ്ഷൻ എടുക്കണമെങ്കിൽ ഒരു പ്രീമിയം പേ ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓപ്ഷൻ എടുക്കണമെങ്കിൽ എന്തായാലും എന്ത് ചെയ്യണം? ഒരു പ്രീമിയം പേ ചെയ്യണം. അത് കറക്റ്റ് ആണ്. ഓക്കെ, ദ ഓപ്ഷൻ പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അഡ്വേഴ്സ് മൂവ്മെന്റ്. ഓക്കെ, നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റിന് എന്ത് തരും? പ്രൊട്ടക്ഷൻ തരും. ഓക്കെ, അതിനുള്ള ഹെഡ്ജിങ് മെത്തേഡ്. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹെഡ്ജിങ് മെത്തേഡാണ്. ഓക്കെ, ഒരു നെഗറ്റീവ് മൂവ്മെന്റിന് പ്രൊട്ടക്ഷൻ തരും. ഓക്കെ, സോ ഓപ്ഷൻ 1, 3 and 4 ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, OTC എന്ന് പറഞ്ഞാൽ എന്ത് വഴി ചെയ്യുന്നതല്ല, സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയല്ല, അതെന്താണ്? ബാങ്ക് വഴി ചെയ്യുന്നതാണ്. ഓക്കെ, 1, 3 and 4. ഇനി അടുത്ത് നോക്ക്. എ കമ്പനി ഈസ് റിവ്യൂയിങ് ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസിങ് സ്ട്രാറ്റജി. ഒരു കമ്പനി അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ പോളിസി എന്ത് ചെയ്യാണ്? റിവ്യൂ ചെയ്യാണ്. ഇറ്റ് വാണ്ട്സ് ടു മിനിമൈസ് ഫൈനാൻസിങ് കോസ്റ്റ്. അവർക്ക് എന്ത് ചെയ്യണം? അവരുടെ ഫൈനാൻസിങ് കോസ്റ്റ് കുറക്കണം. ഓക്കെ, ഫൈനാൻസിങ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണം, അതായത് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് കുറക്കണം. ഈവൻ ഇഫ് ഇറ്റ് മീൻസ് ടേക്കിംഗ് ഹയർ ലിക്വിഡിറ്റി. അതായത് അവരെന്ത് ചെയ്യണം? പിന്നെ ലിക്വിഡിറ്റി പ്രോബ്ലംസ് ഒന്നും എന്തില്ല, അവർക്ക് പ്രശ്നമില്ല. അവർക്ക് എന്ത് ചെയ്യണം? ഫൈനാൻസിങ് കോസ്റ്റ് കുറക്കണം. ഓക്കെ, ഫൈനാൻസിങ് കോസ്റ്റ് കുറക്കണം കേട്ടോ. ഓക്കെ, ഫൈനാൻസിങ് കോസ്റ്റ് കുറക്കണം എന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം ഫൈനാൻസ് ആണോ ലോങ് ടേം ഫൈനാൻസ് ആണോ യൂസ് ചെയ്യുക? ഫൈനാൻസിങ് കോസ്റ്റ് കുറക്കാൻ ലോങ് ടേം ഫൈനാൻസിന്, അതായത് കൂടുതൽ സമയത്തിന് നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ അതിനെന്ത് കൂടും? ഫൈനാൻസിങ് കോസ്റ്റ് കൂടും. സോ ഓപ്ഷൻ സിയിൽ അവർ പറയുന്നത് ലോങ് ടേം ഫൈനാൻസ് എടുക്കണം എന്നാ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി അല്ല. കാരണം എന്താ? ലോങ് ടേം ഫൈനാൻസ് എടുത്ത് കഴിഞ്ഞാൽ ഫൈനാൻസിങ് കോസ്റ്റ് കൂടുക ചെയ്യാം. ഓക്കെ, ഇനി ഇറ്റ് ഹോൾഡ്സ് ഹൈ ലെവൽ ഓഫ് ക്യാഷ് ഇൻവെന്ററി ത്രൂ ലോങ് ടേം ഫൈനാൻസ്. ലോങ് ടേമിന് വീണ്ടും അവർ പറയുന്നു നാലാമത്തെ ഓപ്ഷനിൽ ലോങ് ടേം ഫൈനാൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതും എന്താണ്? തെറ്റാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്ക്. ഇറ്റ് മാച്ചസ് ഷോർട്ട് ടേം ഫൈനാൻസ് ടു ഫ്ലക്ച്വേറ്റിംഗ് അസറ്റ്. ഫ്ലക്ച്വേറ്റിംഗ് അസറ്റിന് ഷോർട്ട് ടേം ഫൈനാൻസും ലോങ് ടേം ഫൈനാൻസ് പെർമനന്റ് അസറ്റും. ഇവിടെയും അവർ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ലോങ് ടേം ഫൈനാൻസ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? ഷോർട്ട് ടേം ഫൈനാൻസ് ആണ്. സോ ഇറ്റ് യൂസസ് ഷോർട്ട് ടേം ഫൈനാൻസ് ടു ഫണ്ട് ബോത്ത്
ഫ്ലക്ച്വേറ്റിംഗ് ആൻഡ് പെർമനന്റ് അസറ്റ്. എല്ലാ അസറ്റിനും അവർ എന്താണ് ഷോർട്ട് ടേം ഫൈനാൻസ് ആണ് യൂസ് ചെയ്യുക. അപ്പോഴാണ് എന്ത് ചെയ്യുക, പിന്നെ ഫൈനാൻസ് കോസ്റ്റ് കുറയട്ടോ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ടൈപ്പ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്? 3 ടൈപ്പ് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് ഉണ്ട്. ട്രാൻസാക്ഷൻ റിസ്ക്, എക്കണോമിക് റിസ്ക്, ട്രാൻസ്ലേഷൻ റിസ്ക്. ഇവരവിടെ പറയുന്നു വുഡ് അപ്പാരൽ കമ്പനി എക്സ്പീരിയൻസ്, ഏത് റിസ്ക് ആയിരിക്കും ഈ കമ്പനി എക്സ്പീരിയൻസ് ചെയ്യുക? അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് എന്തുണ്ട്, ഒരു ലോസ് ഉണ്ട്. ഓക്കെ, 1 lakh ലോസ് ഉണ്ട് എങ്കിൽ അത് ഏത് ടൈപ്പ് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് ആയിരിക്കും? ഞാൻ പറഞ്ഞു അക്കൗണ്ടിങ് റിസ്ക്. ഏത് ടൈപ്പ് റിസ്ക് ആയിരിക്കും അക്കൗണ്ടിങ് റിസ്ക്? അവിടെ എന്തുണ്ടാവില്ല, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുള്ള റിസ്ക് ആയിരിക്കും. അത് എക്കണോമിക് റിസ്ക് ആണോ, ട്രാൻസ്ലേഷൻ റിസ്ക് ആണോ, ട്രാൻസാക്ഷൻ റിസ്ക് ആണോ, പൊളിറ്റിക്കൽ റിസ്ക് ആണോ? ഏത് റിസ്ക്കാ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത്? Translation. അത് ട്രാൻസ്ലേഷൻ റിസ്ക് ആണ്. ഓക്കെ, ട്രാൻസ്ലേഷൻ റിസ്ക് ആട്ടോ. അതെന്താണ്, അവിടെ ക്യാഷ് ഫ്ലോ, പൈസ യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല. അത് ശരിക്കും ലോസ്, ഇപ്പോൾ 1 lakh ലോസ് ഉണ്ടായി. അതെന്താണ് അക്കൗണ്ടിങ് ബുക്കിൽ, അതായത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് മാത്രമുള്ള ഒരു റിസ്ക് ആണ്. ഓക്കെ, സോ അവിടെ എന്തില്ല, ഒരു ക്യാഷ് ഫ്ലോ, യഥാർത്ഥത്തിൽ പൈസ പോകുന്നില്ല. നിങ്ങൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ 1 lakh എന്തുണ്ട്, ലോസ് ഉണ്ട്. ഓക്കെ, സോ എനിവേ നമ്മളിപ്പോൾ 15 ക്വസ്റ്റ്യൻ, അതിൽ 2-3 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു, നമ്മൾ ഫ്ലാഗ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഞാൻ ആ ഫ്ലാഗ് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻസ് ഇനി ചെയ്യുന്നില്ല. അപ്പോൾ തന്നെ എന്തായി, ഓൾമോസ്റ്റ് 1 hour ആയി. അപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഫസ്റ്റ് സെഷൻ എയിലുള്ള 15 MCQs ചെയ്തു. ഇവിടെ നമ്മൾ റിവ്യൂ സ്ക്രീൻ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ക്വസ്റ്റ്യൻസ് പലതും ചെയ്തിട്ടുണ്ട്. ഇതിൽ 12ാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ നമ്മൾ എന്ത് ചെയ്തില്ല, ഏതെങ്കിലും ഒരു ഓപ്ഷൻ വെറുതെ ടിക്ക് ഇടണമായിരുന്നു. ഞാൻ എന്ത് ടിക്ക് ഇട്ടിട്ടില്ലായിരുന്നു ശരിക്കും കേട്ടോ. സോ എന്ത് ചെയ്യുക, പിന്നെ എല്ലാം കംപ്ലീറ്റ് എന്ന് കാണിക്കുന്നത്, പക്ഷേ 3 ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്ലാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 2, ക്വസ്റ്റ്യൻ 7, ക്വസ്റ്റ്യൻ 12. ബാക്കിയൊക്കെ എന്താണ്, ഫ്ലാഗ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഒന്നും കൂടി പോയിട്ട് ചെയ്യുക. എപ്പോഴാണ് ചെയ്യേണ്ടത്, നമുക്ക് ഈസിയുള്ള മാർക്കൊക്കെ കിട്ടി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അത് മതി. ഇന്ന് നമ്മൾ സെഷൻ എ നമുക്ക് എന്ത് ചെയ്യാം, അപ്കമിംഗ് ഡേയ്സിൽ സെഷൻ ബിയും സി ഒക്കെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ